ആഗ്രയിലെ താജ്മഹൽ കണ്ടു കഴിഞ്ഞതിന് ശേഷം വി ആർ ഇൻ ദ നെക്സ്റ്റ് സ്പോട്ട് ദാറ്റ് ഈസ് ഫത്തേപൂർ സിക്രി 40 കിലോമീറ്റേഴ്സ് അവേ ഫ്രം ആഗ്ര. ഫത്തേപൂർ സിക്രി അക്ബറിൻ്റെ രണ്ടാമത്തെ ക്യാപിറ്റൽ ആയിരുന്നു. അതിൻ്റെ ഏതാനും ചില വിശേഷങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ പങ്കുവെക്കാം. സോ നമ്മുടെ നബീൽ ഇവിടെ ഇരിക്കുകയാണ്. ഇതാ ഇവിടെ ഈ കാണുന്ന ഇവിടാണ് സിറ്റിയുടെ ബൗണ്ടറി വരുന്നത്. നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ദിസ് വൺ, ഇതാണ് ഇവിടുന്ന് പ്രധാനമായിട്ടും കുളിക്കല ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ലൊക്കേഷൻ. ഇവിടുന്ന് ഫ്രഷ് ആയതിനു ശേഷമാണ് അക്ബർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഒഫീഷ്യൽസ് എന്ത് ചെയ്യുന്നത്, ഈ ബുലന്ദ് ദർവാസ വഴി എൻ്റർ ചെയ്തുകൊണ്ട് ഇതിനകത്തുള്ള ഒരു ദർഗയുണ്ട്. നിങ്ങൾ കാണുന്ന വൈറ്റ് മാർബിൾ ഉണ്ടല്ലോ, ദാറ്റ് ഈസ് ദാറ്റ് ദർഗ. അത് ആരുടേതാണെന്നുള്ളത് വഴിയെ പറഞ്ഞുതരാം. ഓക്കെ, ബുലന്ദ് ദർവാസ എന്ന് പറയുന്നത് അക്ബർ ഗുജറാത്ത് കോൺഗ്രസിൻ്റെ സമയത്ത് അതിൻ്റെ ഒരു വിക്ടറി സ്തംഭമായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു മോണുമെൻ്റ് ആണ്. ഇതിൻ്റെ ഹൈറ്റ് ഇവിടുന്ന് 132 ഫീറ്റ് ആണെങ്കിൽ ഫ്രം ഹിയർ ഒരു 170 ഫീറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏഷ്യയിലെ വൺ ഓഫ് ദി ടോളസ്റ്റ് ആയിട്ടുള്ള ഒരു ടവറായിട്ടാണ് ഈ ബുലന്ദ് ദർവാസ എന്ന് പറയുന്ന ഒരു എൻട്രൻസ് ഗേറ്റ് നിലനിൽക്കുന്നത്. നൗ നമുക്കതിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കാം. സോ ഇവിടെ നമ്മൾ ഷൂസ് ഊരി വെച്ചിട്ട് വേണം പ്രവേശിക്കാൻ. ഇതാണ് ബുലന്ദ് ദർവാസയുടെ എൻട്രൻസ് ഡോറ്. ഇവിടെ നിങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കുതിരയുടെ കാൽപാദത്തിൻ്റെ അടയാളത്തിലോട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ദിസ് മെറ്റൽ ഐറ്റംസ് വെച്ചിട്ടാണ് ഈ ഡോറ് പണിതിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ ഗൈഡ് റെയ്ഹാനും നബീലും അവിടെ നിന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഗൈഡ് നമ്മുടെ റെയ്ഹാൻ പറഞ്ഞതുപോലെ തന്നെ ഷാറുഖ് ഖാൻ്റെ പർദേശ് മൂവിയുടെ ഒരു പ്രധാനപ്പെട്ട സോങ് ഷൂട്ട് ചെയ്തിരിക്കുന്നതൊക്കെ ഇവിടെ വെച്ചിട്ടാണ്. ഫത്തേപൂർ സിക്രിയിലെ നമ്മുടെ ബുലന്ദ് ദർവാസയുടെ എൻട്രൻസിൻ്റെ ശേഷമുള്ള ഭാഗങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവിടെ നിന്ന് നിങ്ങൾ നോക്കുന്ന സമയത്ത് വിശാലമായിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ് കാണാനും പറ്റുന്നത്. ഐ ഷോ യു ദാറ്റ്. ഇവിടെ നോക്കിക്കേ, അനദർ മോണ്യുമെൻറ്റ് ഗേറ്റ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു ദർഗ. വിൽ ബി ഡിസ്കസിങ് മോർ അബൌട്ട് ദാറ്റ്. ഇതാണ് ഒരു ഭാഗം. ആൻഡ് ദിസ് ഈസ് അക്ബേഴ്സ് ഫത്തേപൂർ. ഇതാണ് ഫത്തേപൂർ എന്ന് പറയുന്ന ലൊക്കേഷൻ. ഇതിന് തൊട്ടപ്പുറത്തോട്ടുള്ള ഒരു ഗ്രാമമാണ് സിക്രി എന്നുണ്ടായിരുന്നത്. ഫത്തേപൂർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കോൺക്വസ്റ്റ്, വിക്ടറി എന്നുള്ളതൊക്കെയാണ് വരുന്നത്. ഫത്തേഹ് എന്നുള്ളൊരു അറബി വാക്കെന്ന് വരുന്നത്. ഇതിൻ്റെ തുടക്കം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാബർ അദ്ദേഹം ഇന്ത്യയിൽ വന്ന് കോൺഗ്രസ് നടത്തിയതിനു ശേഷം റാണസംഘ ഓഫ് മേവാറുമായിട്ട് ഒരു ബാറ്റിൽ ഓഫ് കാൻവ 1526 നടക്കുന്നുണ്ട്. ആ യുദ്ധത്തിന് ശേഷം റാണസംഘയെ പരാജയപ്പെടുത്തിയതിനു ശേഷമാണ് ഈ ഒരു പ്രദേശം മുഗൾ ഭരണത്തിൻ്റെ കീഴിൽ വരുന്നത്. അങ്ങനെയാണ് ഈ ഒരു പ്രദേശത്തിന് ഫത്തേപൂർ എന്നുള്ള പേര് ആദ്യം വരുന്നത്. ഇവിടെ ഫത്തേപൂരിൽ ഇങ്ങനത്തെ ഒരുപാട് അറകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അക്ബർ ഡൽഹിയിൽ നിന്നും തൻ്റെ ക്യാപിറ്റൽ മാറ്റി ഫത്തേപൂരിലോട്ട് മാറ്റുന്ന സമയത്ത് ഇവിടെ മദ്രസ പഠനം നടത്താൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ചെറിയ ചെറിയ ക്ലാസ് മുറികളാണെന്നാണ് ഇത് പറയപ്പെടുന്നത്. ഇതാണ് അക്ബറിൻ്റെ ഫത്തേപൂർ. റെയ്ഹാൻ 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ ജീവിതം നോക്കി നടത്താൻ വേണ്ടി പല ജോലികൾക്കും പോകുന്നുണ്ട്. കൂട്ടത്തിൽ നാട്ടിൽ ഫത്തേപൂരിൽ വരുന്ന സമയത്ത് ഇവിടെ ചെറിയ രീതിയിലുള്ള ഗൈഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫത്തേപൂരിലെ ഒരു പള്ളിയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കി കാണാൻ വേണ്ടി പറ്റിയ ഇതിൻ്റെ ഡിഫറെൻറ്റ് ആർച്ചുകൾ. ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ആർച്ചസ്. അങ്ങനെ ഒരേ യൂണിഫോമിറ്റിയുള്ള ആർച്ചസിലൂടെയാണ് ഇതിൻ്റെ എൻട്രൻസും കാര്യങ്ങളൊക്കെ പോകുന്നത്. വിത്ത് ഡിഫറെൻറ്റ് ഡിസൈൻസ് ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ആൻഡ് അവിടെ കാണുന്നതാണ് നമാസ്. ഇതെല്ലാം നമാസിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളാണ്, നിസ്കരിക്കാനുള്ള സ്ഥലങ്ങളാണ് വരുന്നത്. ഇതിൻ്റെ ആർക്കിടെക്ചറൽ പാർട്ടുകൾ നോക്കിക്കേ. മുകളിലോട്ട് നോക്കുന്ന സമയത്ത് യു ക്യാൻ സി ഡിഫറെൻറ്റ്. ഫത്തേപൂറിൻ്റെ ബാക്ക് സൈഡിലൂടെ നോക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ടോയ്ലറ്റ് ആണ്. അതേ സമയത്ത് കുറച്ച് ദൂരത്തിൽ നിങ്ങൾക്ക് ഒരു ടവർ കാണാൻ വേണ്ടി പറ്റും. ഇത് ആ കാലഘട്ടത്തിൽ അക്ബറിൻ്റെ കാലഘട്ടത്തിൽ എലിഫൻറ്റ് ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു മെക്കാനിസം ഉണ്ടായിരുന്നു. ഹാത്തി, ആനയെ വെച്ചുകൊണ്ട് പാപം ചെയ്തിട്ടുള്ള ഒരാൾ ആനയുടെ അടുത്ത് പോകും. എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആന ചവിട്ടി കൂട്ടും, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ആന ഫ്രീ ആക്കി വിടും. അങ്ങനത്തെ ഒരു ലൊക്കേഷൻ ആയിരുന്നു ഇത്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫത്തേപൂരിൻ്റെ ഒരു പ്രധാനപ്പെട്ട ടെറിട്ടറി കൂടിയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ അകലെയാണ് രാജസ്ഥാൻ വരുന്നത്. അപ്പോൾ യു പിയുടെ ഏകദേശം ഒരു ബോർഡർ റീജിയനാണ് ഈ ഫത്തേപൂർ സിക്രി നിലനിൽക്കുന്നത് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ഈ ഒരു മോണിമെന്റ് പഴയ കാലത്തിലുള്ള ചില ബിൽഡിങ്ങുകളാണ്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ ജഹാംഗീർ ജനിക്കുന്നത്.
ജഹാംഗീറിന്റെ പേര് നിങ്ങൾക്കറിയാം സലീം എന്നുള്ളതായിരുന്നു. എന്തുകൊണ്ട് പേര് വന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വഴിയെ പറയാം. ഇതാണ് സലീം ചിശ്തിയുടെ ദർഗ. ആരാണ് സലീം ചിശ്തി? ചിശ്തി എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂഫി സിൽസിലയാണ് ചിശ്തി സിൽസില. അജ്മീർ ദർഗയുണ്ട്, അജ്മീറിലെ ഖാജ മൊയിനുദ്ദീൻ ചിശ്തി. അദ്ദേഹത്തിന്റെ പിൻഗാമിത്വത്തിൽ വന്നിട്ടുണ്ടായിരുന്ന 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ് സലീം ചിശ്തി. ദർഗയുടെ പിൻഭാഗത്തായിട്ട് നമുക്ക് ഇങ്ങനെ ഒരുപാട് ഖബറുകൾ കാണാൻ വേണ്ടി പറ്റും. ബാബയുടെ, അതായത് സലീം ചിശ്തിയുടെ പിൻഗാമികളായിട്ടുള്ള അവരുടെ കുടുംബത്തിൽപ്പെട്ടുള്ള ആൾക്കാരുടെ ദർഗയാണ് ഇവിടെ കാണുന്ന ഈ ഓരോ ഖബറുകളും. നബിലിരിക്കുന്ന ഈ ഹോള് നാച്ചുറൽ AC ആണ്. അന്ന് AC ഒന്നും ഇല്ലാത്ത ഈ സ്ഥലത്ത് ഇതിലൂടെ ഇപ്പോഴും കാറ്റുകൾ വരും. അക്ബർ തൻ്റെ 3 ഭാര്യമാർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള വീടുകളിൽ ഇങ്ങനെ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. कि बताया कि उसको चुनवा दिया जिंदा, लेकिन ऐसा नहीं हुआ. उसको ना तो चुनवाया था ना मरवाया था, उसको अंडरग्राउंड निकाल दिया था. लाहौर जहांगीर को मालूम हुआ जिंदा है नारकली, वो भी यहीं से निकल गए. दोनों का डेथ हुआ लाहौर में समाधि बनी, कबर ജഹാംഗീർ का कबर लाहौर में. നമ്മുടെ റെയ്ഹാൻ ഭായി പറഞ്ഞതിനനുസരിച്ചുള്ള കഥ എന്താണെന്ന് വെച്ചാൽ, ഇത് അന്നുണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ടണലാണ്. ഈ ടണൽ കണക്ട് ചെയ്യുന്നത് ആഗ്ര ഫോർട്ടിലോട്ടാണ്. അതായത് 40 കിലോമീറ്റർ ഇതിനകത്തൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ആഗ്ര ഫോർട്ടിലോട്ടെത്തും. നിങ്ങൾ അനാർക്കലിയും ജഹാംഗീറും തമ്മിലുള്ള പ്രണയത്തിന്റെ കഥ കേട്ടിട്ടുണ്ടാവും. ആ കഥയുടെ ഒരു പ്രധാനപ്പെട്ട ലിങ്കേജ് ഇവിടെയാണ് നടന്നിട്ടുണ്ടാവുക എന്നാണ് വിശ്വസിക്കുന്നത്. അനാർക്കലി തന്റെ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇതിലൂടെയായിരുന്നു ആഗ്രയിലോട്ട്, അവിടെ നിന്നും ഡൽഹിയിലോട്ട്, പിന്നെ ലാഹോറിലോട്ട്. അങ്ങനെ റെയ്ഹാൻ ഭായി പറഞ്ഞ് അവസാനിപ്പിച്ചത് മുഹബത്തിന്റെ ആ ഒരു കഥ, രണ്ടുപേരും ഇന്ന് ലാഹോറിലാണ് രണ്ടുപേരുടെയും ഖബറുകൾ ഉള്ളത് എന്ന രീതിയിലാണ്. ബാബയുടെ ദർഗയുടെ മുന്നിലാണ് നിൽക്കുന്നത്. ഈ ചരടുകൾക്കൊരു പ്രത്യേകതയുണ്ട്. ഈ ചരടുകൾ നമ്മളൊരു ആഗ്രഹം ഉദ്ദേശിച്ചുകൊണ്ട് 3 കെട്ടുകളായിട്ട് ഇതിൻ്റെ ജനവാതിൽക്കൽ കെട്ടിക്കഴിഞ്ഞാൽ, ദർഗയുടെ അടുത്തുള്ള ജനവാതിൽ കെട്ടിക്കഴിഞ്ഞാൽ ആ ആഗ്രഹം സഫലീകരിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ വിശ്വാസം വരുന്നത്. ഒന്നാമത്തെ ആഗ്രഹം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് 1ാമത്തെ നോട്ട് കെട്ടുക, 2ാമത്തേത് അങ്ങനെ, 3 അങ്ങനെ. ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിശ്വാസം. വളരെ വിശ്വാസപരമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. എന്തായാലും നമുക്ക് ഇതിനകത്തോട്ട് പ്രവേശിക്കാം. ഇതാണ് സലീം ചിശ്തിയുടെ ദർഗയിലോട്ടുള്ള എൻട്രൻസ്. ഇവിടെ നമ്മൾ കാണുന്ന ഈ ഒരു ഡാർക്ക് ഡോർ ഉണ്ട്. ഇത് സൗത്ത് ആഫ്രിക്കയിലെ ഒരു മരം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒന്നാണ്. ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആൻഡ് ദിസ് ഈസ് ജാലി വർക്ക്. ആർക്കിടെക്ചറിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം കൂടിയാണ്. ഫുള്ളി മാർബിളിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നത്. ജഹാംഗീറിൻ്റെ സമയത്താണ് ഇത് ഫുള്ള് വൈറ്റ് മാർബിളിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതും. ഇതുപോലുള്ള ഒരുപാട് നോട്ടുകളാണ് ദർഗക്കകത്തും കാണാൻ പറ്റുന്നത്. ഇത് ബാബയുടെ ഗ്രാൻഡ് സണ്ണിൻ്റെ പോത്തിയുടെ ഖബറാണുള്ളത്. റെയ്ഹാൻ നമ്മളെ എങ്ങോട്ടോ കൊണ്ടുപോകുന്നു. ദർഗയ്ക്ക് ശേഷം നബിൽ ഇവിടെയുള്ളൊരു ക്രാഫ്റ്റ്മാൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. സിക്രി വില്ലേജിൽ ക്രാഫ്റ്റ് ചെയ്യുന്ന അവരുടെ കുറച്ച് കാര്യങ്ങളാണ്. നബിലുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. വാങ്ങിക്കുമോ ഇല്ല എന്നുള്ളത് നമുക്ക് നോക്കാം. കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നബിൽ എന്തായാലും ഇത് വാങ്ങിക്കൂല. ഈ വുസു ഖാന, വുളു എടുക്കുന്ന സ്ഥലമാണ്. ഇവിടുന്ന് അംഗശുദ്ധി വരുത്തിയിട്ട് വേണം നമ്മൾ നിസ്കരിക്കാനും അതുപോലെ ദർഗയ്ക്ക് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് കയറാനും. ഓക്കെ, ഇനി നമ്മൾ ഇവിടുത്തെ ഏകദേശം ആൾ കണ്ടു കഴിഞ്ഞു. നൗ വി ആർ ലിവിങ് ടു സിക്രി. അടുത്ത് നമ്മൾ സിക്രിയിലോട്ടാണ് പോകാൻ വേണ്ടി പോകുന്നത്. അതിനു മുന്നേ നമുക്ക് തിരിച്ചു ചെന്ന് ഷൂസ് എടുക്കണം. ഫത്തേപൂരിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി ഷൂസും കാര്യങ്ങളും പുറത്തുനിന്ന് ധരിക്കുകയാണ്. ഫത്തേപൂരിൻ്റെ ഭാഗമാണത്. ഇനി നമുക്ക് നേരെ പോകാനുള്ളത് സിക്രിയിലോട്ടാണ്. നെക്സ്റ്റ് ഈസ് സിക്രി. ഓക്കെ, ലെറ്റ്സ് ഗോ.